ഹായ് ഹലോ നമസ്കാരം. ഡിഷ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാവടിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിൽക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് കാവടിക്കുള്ള എല്ലാം ഒരുക്കി അലങ്കരിച്ചിട്ടാണ് പോകാനുള്ളത്. അങ്ങനെ കാവടിക്കുള്ള എല്ലാം അലങ്കരിച്ച് മോനും അച്ഛനും കൂടെ അമ്മ വിചാരിച്ച് ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെത് ഒരു ചേട്ടൻ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം അലങ്കരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങൾ നടന്ന് റോഡിലെത്തി. അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ പുറപ്പെട്ട് കഴിഞ്ഞു. കാവടി തുടങ്ങുന്നത് വലിയ ഉദ്ദേശത്തിന് ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം കാവടിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞു. ചെണ്ടമേളമൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ വേറെയും കാവടി ഉണ്ടായിരുന്നു. കുറേ കാവടി ഉണ്ട്. അഗ്നിക്കാവടി, പീലിക്കാവടി, പുഷ്പക്കാവടി, പറവക്കാവടി, അങ്ങനെ ഒരുപാട് കാവടികളാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലം നടയിൽ നിൽക്കുമായിരുന്നു. സന്ധ്യയായി. കാവടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. ഒരുപാട് പേര് അപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞു. ഒരുപാട് വേൽക്കാവടി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ വേൽക്കാവടിക്കുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കാവടിയുടെ ഒരുക്കങ്ങളാണ് ഇത് കാണുന്നതെല്ലാം. വേൽക്കാവടിക്കുള്ള തുടക്കം കുറിച്ചു. വേൽക്കാവടിക്കുള്ള വേലൊക്കെ കെട്ടി ഓരോരുത്തർ തുള്ളാൻ തുടങ്ങി. അത് കാണാൻ തന്നെ ഭക്തി നിർഭരമായൊരു കാഴ്ചയായിരുന്നു. അത് ഓരോരുത്തർ തുള്ളുന്ന കാണുമ്പോൾ തന്നെ മുരുകൻ്റെ അനുഗ്രഹം എത്രത്തോളം കിട്ടിയാൽ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അത്രത്തോളം അവർ കഠിനമായ വ്രതം എടുത്തിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാവടി മോൻ്റെ തോളിലെടുത്ത് വെച്ച് കൊടുത്തു. അവൻ ആദ്യമായിട്ടാണ് കാവടി എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് കാണാൻ സാധിക്കും. അതൊരു കുഞ്ഞു മോള് പാൽക്കാവടിയായിട്ടാണ് നടന്നത്. വലം വയ്ക്കാൻ പറഞ്ഞിരുന്നു. അമ്പലത്തിന് ചുറ്റും ഒരു വലം വെച്ച് അതിൻ്റെ പുറകെ മോൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. പുഷ്പക്കാവടിയായിരുന്നു. പിന്നെ പീലിക്കാവടി കാണാൻ നല്ല ഭംഗിയായിരുന്നു. പീലികൾ കൊണ്ട് 3 പേരുണ്ടായിരുന്നു പീലിക്കാവടിക്ക്. അതിന് പുറകെ മൊത്തം വേൽക്കാവടിയായിരുന്നു. 30 വേൽക്കാവടിയോളം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടു. റോഡിൽ നല്ല തിരക്കായിരുന്നു. ബ്ലോക്കും ഉണ്ടായിരുന്നു. പീലിക്കാവടി കാണാൻ ഞങ്ങൾ ഫ്രണ്ടിൽ വന്നു. ഞങ്ങൾ ബാക്കിലായിരുന്നു. പീലിക്കാവടിയും പറക്കാവടിയും കാണാൻ ഫ്രണ്ടിൽ വന്ന് വീഡിയോ എടുക്കേണ്ടി വന്നു. അങ്ങനെ വീഡിയോ എടുത്തു. നല്ലതായിരുന്നു ഇതൊക്കെ കാണാൻ തന്നെ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ അകത്ത് മോൻ കയറി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഈ വേൽക്കാവടി എടുത്തവർ അഗ്നിക്കാവടി എടുക്കേണ്ട ഒരു തയ്യാറെടുപ്പിലാണ്. അഗ്നിക്കാവടിക്കുള്ള അഗ്നിയൊക്കെ അവിടെ ഒരുക്കി കഴിഞ്ഞു. കാവടികൾ വന്നു അഗ്നിയിലോട്ട് ചാടാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ചാടാൻ തുടങ്ങി. അത് കാണാൻ തന്നെ ഒരുപാട് പേരുണ്ട്. നാട്ടിലുള്ള എല്ലാവരും വന്നിരുന്നു. അത് കാണാൻ തന്നെ ഒരു കാഴ്ചയായിരുന്നു. ചില കാവടിക്കാർക്ക് എത്ര അഗ്നിയിൽ ചാടിയിട്ട് മതി വരില്ല. പിന്നെയും അവർ ചാടിക്കൊണ്ടിരിക്കും. അഭിഷേകമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ മണി 12:30 ആയി. അച്ഛനും മോളും ഫ്രണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസവും അവസാനിച്ചു. ഹായ് ഹലോ നമസ്കാരം. ഡിഷ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാവടിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിൽക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് കാവടിക്കുള്ള എല്ലാം ഒരുക്കി അലങ്കരിച്ചിട്ടാണ് പോകാനുള്ളത്. അങ്ങനെ കാവടിക്കുള്ള എല്ലാം അലങ്കരിച്ച് മോനും അച്ഛനും കൂടെ അമ്മ വിചാരിച്ച് ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു.